ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നട്ടല്ലൂരി പെട്ടിയിലാക്കിയവരോട്, നട്ടല്ലൂരി ഉപ്പിലിട്ട് വെച്ചവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ പ്രേക്ഷകർ വസ്തുത കമന്റ് ചെയ്യാനും മറക്കല്ലേ. അണ്ണൻ കുറച്ച് കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് പോകുന്നതെന്ന് അറിയാം. സോറി, നമുക്കിനി പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ _100_107 നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ID. ഓക്കെ, വീട്ടിലേക്ക് പോയേക്കാം. നമ്മുടെ അഭികേട്ടായി നമ്മുടെ സ്വന്തം CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പുതിയ വാക്കുകൾ കേട്ട് കാണുമല്ലോ. എന്താണ് അങ്ങേര് പറഞ്ഞത്? ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. ഈ ഇത്രയും വേസ്റ്റ് ആയ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചതല്ല. ഇനി ഈ സാഹചര്യം തിരുത്താനായി ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, താങ്കൾ ചാർജ് എടുത്തതിന് ശേഷം, താങ്കൾ ചാർജ് എടുത്തതിന് ശേഷം ഡേ ബൈ ഡേ അധപതനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോയ ക്ലബ്ബാണിത്. താങ്കൾ ചാർജ് എടുത്തതിന് ശേഷം അപമാനത്തിന്റെ പരകോടിയിലേക്ക് വീണൊരു ക്ലബ്ബാണിത്. ഇതാണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി. അതാണ് ഇദ്ദേഹത്തിന്റെ ഈ CEO ആയി ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം നടന്നത്. അദ്ദേഹം വന്നതിന് ശേഷം നേട്ടം ഉണ്ടായത് ആർക്കെന്ന് വെച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കുമാണ് നേട്ടം ഉണ്ടായത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ സംബന്ധിച്ച് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഭാര്യയെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു, തനിക്ക് ഇഷ്ടമുള്ളവരെ പല പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ അനിയനെ മീഡിയ ടീമിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവിടെ കാണിക്കുന്ന അപരാധങ്ങൾ അത് വേറെ. ആരാധകരെ ബ്ലോക്ക് ചെയ്യുക, വിമർശിക്കുന്ന ആരാധകരെ ബ്ലോക്ക് ചെയ്യുക, അവർക്കെതിരെ മാന്യമല്ലാത്ത രീതിയിൽ റിപ്ലൈ കൊടുക്കുക, എന്നിട്ട് അത് AI ഡിക്റ്റേറ്ററുകളുടെ തലയിൽ കൊണ്ടുവയ്ക്കുക. ഇതെല്ലാം ചെയ്തിട്ട് അപമാനത്തിന്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട്, ഇത്രയും അധപതനത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആ ആരാധകരോടാണോ സാറേ നിങ്ങളിങ്ങനെ മാപ്പ് എന്ന് പറഞ്ഞു വന്ന് കുമ്പസരിക്കുന്ന? പോയി പണി നോക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അന്തസ്സുണ്ടായിരുന്നു. എനിക്ക് തെറ്റുപറ്റി എന്നും പറഞ്ഞ് റിസൈൻ ലെറ്റർ എഴുതി നിഖിലിന്റെ കൈ കൊടുത്തിട്ട് മാപ്പും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിൽ ഇതിലും അന്തസ്സുണ്ടായിരുന്നു. അല്ല, മാപ്പ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാനാണെങ്കിൽ താങ്കൾ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നല്ല ഫാമിന്റെ മീറ്റിങ്ങിൽ വെച്ചാണ് ഇത് പറയുന്നത്. ഇനി മറ്റൊരു അപരാധം അവിടെ ഉണ്ട്. നമ്മുടെ കരോളിസ് മാമൻ, സ്പോർട്ടിംഗ് ഡയറക്ടർ, ഇങ്ങനെ കുറച്ച് നമ്മുടെ ഇവാന്റെ സമയത്ത് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പൊ തീർന്നു കിട്ടിയിട്ടുണ്ട്. അണ്ണാ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കാര്യം അറിയാലോ. ജോൺ അബ്രഹാം എന്ന മനുഷ്യൻ അത്രയും എഫേർട്ട് ഇട്ടാണ് ഈ ഒരു ക്ലബിനെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ക്ലബിനെ അത്രയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ പാഷന്റെ പുറത്ത്. അത് കണ്ട് പഠിക്കണം നിഖിലൊക്കെ. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനൊക്കെ അവിടുത്തെ ഗവൺമെന്റ്, ആസാം ഗവൺമെന്റ് മില്യൺസ് ഓഫ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന്. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കറിയില്ല അത്. കാരണം ഇങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്നാൽ പബ്ലിക്കായിട്ട് താങ്കൾക്ക് ഒരു പ്രസ് മീറ്റ് വിളിച്ച് വന്നിരുന്ന് ഇതിന്റെ പ്രൂഫ് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. അണ്ണൻ കണ്ടാൻ വഴി ഓടും. ശരിയാണ്, അവർക്ക് ആസാം ഗവൺമെന്റ് ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നു. ഇവിടെ ഉള്ള ആരും അങ്ങനെ ചെയ്യുന്നതും ഇല്ല. ഇവിടെ ഉള്ള പറയാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. മഞ്ചേരിയെ മാരക്കാനെ ആക്കൂന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതേപോലെ മെസ്സി വരും ഒട്ടോ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എല്ലാം സമ്മതിക്കുന്നു. ഇവിടുത്തെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങളുടെ ചിപ്സ് വിൽക്കാനും നിങ്ങളുടെ ഗോലിസോഡ വിൽക്കാനും നിങ്ങളുടെ ടിഷ്യൂ വിൽക്കാനും എന്തിനാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? മര്യാദയ്ക്ക് ഒന്നും ചെയ്യണ്ട. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന താരങ്ങളെ, യുവതാരങ്ങളെ ഇറച്ചിക്കോഴികളെ പോലെ വിൽക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോർ ടീമിനെ നിലനിർത്ത്. എല്ലാം കോച്ചസിന്റെ തലയിൽ കൊണ്ടിട്ട് അവരെ ബലിമൃഗമാക്കാതിരിക്കുക. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ പണി കിട്ടുന്നുണ്ട്, സ്പോൺസർഷിപ്പുകൾ പോകുന്നുണ്ട്. ബ്രിട്ടാനിയ 50-50യും അതേപോലെ ഫെസീനോയും അവരുടെ സ്പോൺസർഷിപ്പുകൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പൈസ ഇട്ടായിരുന്നാൽ നിങ്ങളുടെ ഭ്രാന്ത് ഇളകും, അത് വേറെ കാര്യമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റു വീഡിയോ ആയിരുന്നതുവരെ